ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റോക്ക് സ്കാൽപ്പിനെ പറ്റിയാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ 5 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ 6ാമത്തെ വീഡിയോസാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ സ്ട്രാറ്റജിയിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. കുറച്ചും കൂടി സിമ്പിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡ് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ സ്റ്റോക്ക് സെലക്ഷന് വേണ്ടി സ്ട്രൈക്ക് മൂവ് കമ്പാരിസൺ സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ദിയ ഇൻഫോ സൊല്യൂഷൻ വഴി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഇതിൻ്റെ ലോജിക്ക് എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ 5 years API ക്രെഡൻഷ്യൽ നമുക്ക് 5 years അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് 5 years API കിട്ടുന്നതാണ്. ഈ API യൂസ് ചെയ്യുന്നത് നമുക്ക് ലൈവ് ആയിട്ടുള്ള ഡാറ്റ ഫെച്ച് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, പിന്നെ താഴെയാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ളത് ബാവ് കോപ്പി. അതായത് കഴിഞ്ഞ 2 ദിവസത്തെ ബാവ് കോപ്പി നമുക്ക് ഇവിടെ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കലണ്ടർ കിട്ടും. അത് നമുക്ക് സെലക്ട് ചെയ്യാം. കഴിഞ്ഞ 2 ദിവസത്തെ ബാവ് കോപ്പി സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്യും. അതിനുശേഷം നമ്മളുടെ കമ്പയർ സ്ട്രൈക്ക് കൊടുക്കും. അതിനുശേഷം ഇവിടെ നമുക്ക് ബുള്ളിഷ് ബെയറിഷ് എന്ന് കാണാം. ഓക്കെ, ഇപ്പോൾ ഇതിൽ ഞാൻ ബുള്ളിഷ് ബെയറിഷ് ആണ് നോക്കുന്നത്. അപ്പോൾ ബുള്ളിഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 2 ദിവസത്തെ ബാവ് കോപ്പിയിൽ ഫ്യൂച്ചർ ബാവ് കോപ്പിയാണിത്. അപ്പോൾ ഫ്യൂച്ചർ ബാവ് കോപ്പിയിൽ സിയിൽ ഒരു മൂവ്മെൻറ്റ് വന്നിരിക്കുന്നത്, അതായത് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള സിയിൽ ഒരു മൂവ്മെൻറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഹിൻഡ് പെട്രോൾ നോക്കുമ്പോൾ 440 ആയിരുന്നു ജൂലൈ 3 സിയിൽ മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അത് ചേഞ്ച് ചെയ്തിട്ട് 450 ചേഞ്ച് ചെയ്തു. ഓക്കെ, അതേപോലെ തന്നെ ഇനിയിപ്പോൾ അപ്പോൾ ഒരു അപ്സൈഡ് മൂവ്മെൻ്റ് ആണ് കാണിക്കുന്നത്. ഈ ബെയറിഷ് എന്ന് പറയുമ്പോൾ ബാന്തൻ ബാങ്ക് ജൂലൈ 3 185 ആയിരുന്നു ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത്. അവിടുന്ന് 180 താഴേക്ക് വന്നു. അതേപോലെ HDFC AMC ആയാലും 5100 5000 താഴേക്ക് വന്നു. അപ്പോൾ ഒരു ഡൗൺ സൈഡ് മൂവ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ബുള്ളിഷ് ബെയറിഷ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ബുള്ളിഷ് കാണിക്കുന്നത് വെച്ചിട്ട് ആ ഒരു സ്റ്റോക്സ് ബുള്ളിഷ് ആ ഒരു ദിവസം അപ്പ് സൈഡ് പോകണമെന്നില്ല, ചിലപ്പോൾ ഡൗൺ സൈഡിലും പോവാം. അതേപോലെ തന്നെ ബെയറിഷ് എന്നുള്ള സ്റ്റോക്സുകൾ താഴേക്ക് വരണമെന്നില്ല, ഒരു പക്ഷേ തിരിച്ച് കയറിപ്പോവാം. പക്ഷേ ആ ഒരു സ്റ്റോക്ക് ഈ സ്റ്റോക്സുകളിൽ നല്ലൊരു മൂവ്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ സ്റ്റോക്സുകൾ മാത്രമാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ 3 സ്റ്റോക്സാണ് നമുക്ക് വന്നിരിക്കുന്നത്. ആ 3 സ്റ്റോക്സിൽ മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ അതിൻ്റെ ഇത് ബെയറിഷിൽ ബാന്തൻ ബാങ്ക് HDFC ബാങ്കിൽ നിന്ന് ഡൗൺ സൈഡിൽ പോകും, അല്ലെങ്കിൽ ഈ ഒരു ബുള്ളിഷ് ട്രെൻഡിലുള്ള ഹിൻഡ് ബെറ്റർ അപ്പ് സൈഡിൽ പോകും, അങ്ങനെ നമ്മൾ വിചാരിക്കരുത്. ജസ്റ്റ് ആ ഒരു സ്റ്റോക്കുകൾ മാത്രം സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് അതിനുശേഷം ലെവൽസ് മാർക്ക് ചെയ്യാം. ലെവൽസ് മാർക്ക് ചെയ്തതിന് ശേഷം അത് ബ്രേക്ക് ഔട്ട് ചെയ്യണം ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ട്രേഡ് എടുക്കാനായിട്ട്. ഇനി അതെങ്ങനെയാണ് ലൈവ് മാർക്കറ്റിൽ വർക്ക് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്നത് ഹിൻഡ് ബെറ്റർ ആയിരുന്നു. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ചാർട്ട് ഓപ്പണായി വരുന്നതാണ്. നമ്മൾ 5 മിനിറ്റിലേക്ക് മാറ്റാം ചാർട്ട്. ആദ്യം നമ്മൾ മാനുവലായിട്ട് ലെവൽസ് മാർക്ക് ചെയ്യാണ് ചെയ്തിരുന്നത്. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ലെവൽസ് ആദ്യം മാർക്ക് ചെയ്യും, പിന്നെ അതിന് തൊട്ടടുത്തുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽസ് മാർക്ക് ചെയ്യും. പക്ഷേ നമുക്കിപ്പോൾ ഫിക്സഡ് വോളിയം റേഞ്ച് ഉണ്ട്, ആ ഒരു ടൂൾ മാത്രം യൂസ് ചെയ്താൽ മതി. കഴിഞ്ഞ ദിവസത്തെ ഓപ്പൺ മുതൽ ക്ലോസ് വരെ മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആ ഒരു സെൻറ്റർ ലൈൻ പോയിട്ടുള്ളൂ, ആ ഒരു ബ്ലോക്ക് നമ്മൾ മാർക്ക് ചെയ്യണം. പക്ഷേ ഇത് ഇപ്പോൾ ഹിൻഡ് പെട്രോ ഓൾറെഡി നല്ല രീതിയിൽ ഗ്യാപ്പ് അപ്പ് ആണ്, ആ ഒരു ലെവലിൽ ടച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റോക്സ് അവോയ്ഡ് ചെയ്യാം ഹിൻഡ് പെട്രോ. ഇനി നമുക്ക് ബെയർ സെക്ഷൻ ഏതെങ്കിലും സ്റ്റോക്സ് ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ HDFC AMC വന്നിട്ടുണ്ട്. അപ്പോൾ HDFC AMC നമുക്ക് എടുക്കാം. അത് നമുക്ക് 5 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് ചേഞ്ച് ചെയ്യാം. ഇനി അതും നമുക്ക് ആ ഒരു ലെവൽസ് ഫിക്സഡ് വോളിയം പ്രൊഫൈൽ ഉപയോഗിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഓപ്പണിംഗ് മുതൽ ക്ലോസ് വരെ റേഞ്ച് നിന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ വോളിയുള്ള ലെവൽസ് ഒരു മാർക്ക് വന്നിട്ടുണ്ട്, ലൈൻ വന്നിട്ടുണ്ട്. ആ ഒരു ബ്ലോക്കാണ് മാർക്ക് ചെയ്യേണ്ടത്. കണ്ടോ, ഈ ഒരു സെൻറ്റർ ലൈനിൽ നമുക്ക് ആ ഒരു ബ്ലോക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം. നമ്മുടെ സ്ട്രാറ്റജി സിമ്പിളാണ്. 5 മിനിറ്റ് ക്യാനിൽ ഈ ഒരു ലെവൽസിന് താഴെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെല്ല് പോകും, മുകളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ബൈ പോകും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ലെവൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിത് നോക്കാം. ഇതിൻ്റെ മുകളിലാണ് താഴെയാണ് ക്ലോസ് ചെയ്യണമെന്ന് HDFC AMC. ഇനി അടുത്ത സ്റ്റോക്സ് ഏത് നോക്കാം. അടുത്തത് ബാന്തൻ ബാങ്ക് ആണ്. അപ്പോൾ ബാന്തൻ ബാങ്ക് നമ്മളിത് 5 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് ചേഞ്ച് ചെയ്യാം. ഇനി വോളിയം പ്രൊഫൈൽ ടൂൾ എടുക്കാം. കഴിഞ്ഞ ദിവസത്തെ ഓപ്പൺ മുതൽ ക്ലോസ് വരെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതും ആ ഒരു സെൻറ്റർ ലൈൻ, ആ ഒരു ബ്ലോക്ക് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ ഒന്നും വരുന്നില്ല. ജസ്റ്റ് ഈ ഒരു ടൂൾ നോക്കി തന്നെ നമുക്ക് ആ ലെവൽസ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ മാനുവലായിട്ടല്ല മാർക്ക് ചെയ്യുന്നത്, ജസ്റ്റ് ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ സഹായത്തോടെയാണ്. അത് നമുക്ക് ആകെ 3 സ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഹിൻഡ് ബെറ്റർ നല്ല രീതിയിൽ അപ്സൈഡാണ് നമ്മുടെ ലെവൽസിനെയും കാട്ടി. പിന്നെ ബെയറിസ്റ്റിൽ വന്നിരിക്കുന്നത് HDFC AMC ബാന്തൻ ബാങ്കും ആണ്. ഇനി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ക്ലോസിങ് ബേസ് ചെയ്തിട്ടുള്ള ആണ് എൻട്രി നോക്കേണ്ടത്. ബാന്തൻ ബാങ്ക് ഇപ്പോൾ 5 മിനിറ്റ് ക്യാനിൽ നമ്മൾ മാർക്ക് ചെയ്ത ലെവൽസിന് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്, റെഡ് ക്യാൻഡിൽ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, താഴെ ക്ലോസ് ചെയ്യുന്നത് റെഡ് ക്യാൻഡിലായിരിക്കണം. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് സെല്ലാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് നമ്മൾ സെല്ല് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടാർഗറ്റ് ലെവൽ ഒന്ന് മാർക്ക് ചെയ്യണം. തൊട്ടടുത്തുള്ള സപ്പോർട്ട് ലെവലായിരിക്കും നമ്മൾ ടാർഗറ്റായിട്ട് എടുക്കേണ്ടത്.
ചില സമയത്ത് മാർക്കറ്റ് ഒന്ന് റീടെസ്റ്റ് ചെയ്യാറുണ്ട്. അതായത് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ആ റെസിസ്റ്റൻസ് ലെവലിൽ റീടെസ്റ്റ് ചെയ്ത് വരാറുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റ് ആ ഒരു ലെവലിൽ വീണ്ടും റീടെസ്റ്റ് ചെയ്ത് വരാണെങ്കിൽ നമുക്ക് അവിടെയും സെല് ചെയ്യാവുന്നതാണ്. ഒരു ആവറേജ് ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു പോയിന്റിൽ വീണ്ടും മാർക്കറ്റ് തിരിച്ച് കയറി ആ ലെവലിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് വീണ്ടും സെല് ചെയ്യാം. ഇത് നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത് റീസെൻ്റ് വന്ന സ്വിംഗ് ഹൈക്ക് മുകളിലാണ്. അതായത് ഈ ഒരു ലെവലിന് മുകളിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. നമ്മുടെ സപ്പോർട്ട് ഈ ഒരു ലെവലാണ് കാണുന്നത്, പെർഫെക്റ്റ് ആയിട്ട് കാണുന്നത് കണ്ടോ. ഒരുപാട് ക്യാൻഡിൽസ് ആ ലെവലിൽ ടച്ച് ചെയ്തിട്ടാണ് തിരിച്ച് കയറിപ്പോയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെവലായിരിക്കണം നമ്മൾ ടാർഗറ്റായിട്ട് എടുക്കേണ്ടത്. ഇത് നമ്മൾ HDFC AMC നോക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ലെവലിൽ ടച്ച് ചെയ്ത് 5 മിനിറ്റ് ഗ്രീൻ ക്യാൻഡിൽ മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്യാൻഡിലിൻ്റെ ലെങ്ത് ഇത്തിരി കൂടുതലാണ്. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫിബൊനാച്ചി ലെവൽ യൂസ് ചെയ്തിട്ട് ആ ഒരു ക്യാൻഡിലിൻ്റെ ലോ മുതൽ ഹൈ വരെ മാർക്ക് ചെയ്യുക. അതിൻ്റെ ഒരു 50% ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി മാർക്കറ്റ് താഴേക്ക് റീടെസ്റ്റ് ചെയ്ത് നമ്മുടെ ആ ഒരു 50% ലെവൽ ടച്ച് ചെയ്താൽ മാത്രമാണ് നമുക്ക് എൻട്രി എടുക്കേണ്ടത്. അതല്ലെങ്കിൽ നമുക്ക് റിസ്ക് കൂടുതലാണ്, കാരണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൂടുതലായിരിക്കും. കണ്ടോ, ഇവിടെ മാർക്കറ്റ് ടച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ബൈ എടുക്കാം. ഇപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ബൈ ട്രെൻഡിലേക്ക് വന്നിട്ടുണ്ട്. സാധാരണ റീടെസ്റ്റ് ചെയ്ത് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി മാർക്കറ്റ് ഈ ലെവലിൽ ടച്ച് ചെയ്യുകയാണെങ്കിലാണ് നമ്മൾ ബൈ എടുക്കേണ്ടത്. ഓക്കെ, മാർക്കറ്റ് തിരിച്ച് കയറാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു സ്വിംഗ് ഹൈ വന്നിട്ടുണ്ട്. ആ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ മാർക്കറ്റ് ആ ഒരു ലെവലിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്ന ബൈ ഓർഡർ ക്യാൻസൽ ചെയ്ത് കളയണം. ഓക്കെ, കാരണം നമ്മൾ ആ ഒരു ലെവലായിരുന്നു ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ആ ലെവലിൽ ബ്രേക്ക് ചെയ്യാണ്ട് താഴേക്ക് വരാണെങ്കിൽ നമ്മുടെ ബൈ ലെവലിൽ ടച്ച് ചെയ്താൽ മാത്രമാണ് നമുക്ക് ബൈ വരാം. ഇത് നമ്മുടെ ആ ലെവൽസ്, അതായത് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന സ്വിംഗ് ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തുള്ള ബൈ ലെവൽ വാലിഡ് അല്ല, അതുകൊണ്ട് ക്യാൻസൽ ചെയ്ത് കളയണം. ഓക്കെ, മാർക്കറ്റ് ഇപ്പോൾ നമ്മുടെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന ബൈ ഓർഡർ ഇനി വാലിഡ് അല്ല. അപ്പോൾ നമുക്ക് ആ ഒരു ഓർഡർ ക്യാൻസൽ ചെയ്ത് കളയണം. ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്യാണ്ട് മാർക്കറ്റ് നമ്മുടെ ബൈ ലെവലിൽ വന്ന് ടച്ച് ചെയ്താൽ മാത്രമായിരുന്നു നമുക്ക് എൻട്രി ഉള്ളത്. ഇപ്പോൾ ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ആ റിസ്ക് ഉണ്ട്. ഇനി വീണ്ടും താഴേക്ക് വന്ന ആ ലെവലിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ താഴേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മുടെ ബാന്തൻ ബാങ്ക് നോക്കാം. അപ്പോൾ ബാന്തൻ ബാങ്ക് നമ്മുടെ ലെവൽസ് വരെ വന്നിരുന്നു മുകളിലേക്ക്, പക്ഷേ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതായത് റീടെസ്റ്റ് ലെവൽ തൊട്ടടുത്ത് വരെ വന്നു, പക്ഷേ റീടെസ്റ്റ് ലെവൽ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതും താഴേക്കാണ് കാണിക്കുന്നത്. ഓക്കെ, നമ്മുടെ ബാന്തൻ ബാങ്ക് നമ്മുടെ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മാർക്ക് ചെയ്ത ലെവലിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് വളരെ സിമ്പിളാണ്. നമ്മൾ ആ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസത്തെ ഓപ്പൺ മുതൽ ക്ലോസ് വരെയുള്ള ലെവൽസ് ഫിക്സ്ഡ് വോളിയം പ്രൊഫൈൽ എന്ന ടൂൾ ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഏറ്റവും കൂടുതൽ വോളിയമുള്ള ലെവൽസ്, അതായത് ഏറ്റവും കൂടുതൽ ട്രേഡ് നടന്ന ലെവൽസ് കഴിഞ്ഞ ദിവസം, അതാണ് ആ ഒരു സെൻട്രൽ ലൈനായിട്ട് പോകുന്നത്. ആ ഒരു ബ്ലോക്ക് നമ്മൾ മാർക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്ത ലെവൽസിന് മുകളിൽ 5 മിനിറ്റ് ഗ്രീൻ ക്യാൻഡിലാണ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ബൈയിലേക്ക് പോകാവുന്നതാണ്. അതല്ല, നമ്മൾ മാർക്ക് ചെയ്ത ലെവൽസിന് താഴെ 5 മിനിറ്റ് റെഡ് ക്യാൻഡിലാണ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെല്ലിലേക്ക് പോകാം. ഇപ്പോൾ ചില സമയത്ത് വലിയൊരു ക്യാൻഡിലൊക്കെ ആയിരിക്കും മുകളിലോ അല്ലെങ്കിൽ താഴെ ക്ലോസ് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മളൊന്ന് റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മൾ റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തൊട്ടടുത്തുള്ള സ്വിംഗ് ലോയും അല്ലെങ്കിൽ സ്വിംഗ് ഹൈയും മാർക്ക് ചെയ്ത് വെച്ചേക്കണം. അതായത് നമ്മൾ ആ ഒരു റീടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു സ്വിംഗ് ലോയോ സ്വിംഗ് ഹൈയോ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ബൈ ഓർഡർ അല്ലെങ്കിൽ സെൽ ഓർഡർ ക്യാൻസൽ ചെയ്തതാണ്. പിന്നെ ആ ഒരു ഓർഡർ വാലിഡ് അല്ല. ഓക്കെ, കാരണം നമ്മൾ ആ ഒരു സ്വിംഗ് ഹൈ അല്ലെങ്കിൽ സ്വിംഗ് ലോ ആയിരിക്കും നമ്മൾ അടുത്ത ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഓൾറെഡി അത് ഹിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഉള്ള ട്രേഡ് എന്ന് വെച്ചാൽ ഇത്തിരി റിസ്ക് ഉണ്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ നമ്മൾ HDFC AMC നോക്കിയാൽ കാണാൻ സാധിക്കും. കണ്ടോ, നമ്മൾ ഇവിടെ നിന്നാണ് ബൈ പറഞ്ഞിരുന്നത്. കാരണം നമ്മളിവിടെ ഒരു ഫിബൊനാച്ചി ലെവൽ ഏകദേശം ഈ ഒരു പോയിന്റ് ഉണ്ടോ, ഈ ഒരു പോയിന്റ് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ബൈ പറഞ്ഞ് നമ്മൾ ഇവിടെ ആണെങ്കിൽ എക്സിറ്റ് ചെയ്ത് മാറിയാണ്. കണ്ടോ, പക്ഷേ അതുണ്ടോ ആ ഒരു ലെവലിൽ മുകളിൽ ക്ലോസ് ചെയ്തിട്ട് നല്ല രീതിയിൽ അപ്സൈഡ് പോയി. കണ്ടോ, എക്സാക്റ്റ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ലെവലുണ്ടോ, അവിടെയാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ബൈ എടുക്കാമായിരുന്നു. കാരണം ചെറിയൊരു ക്യാൻഡിലാണ്, പക്ഷേ ഇതൊരു വലിയൊരു ക്യാൻഡിൽ ആയതുകൊണ്ടാണ് നമ്മൾ 50% നോക്കിയത്. നമുക്ക് വേണമെങ്കിൽ ക്ലോസിങ്ങിലും ബൈ എടുക്കാം, പക്ഷേ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അപ്പോൾ കൂടും. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ബൈ അവോയ്ഡ് ചെയ്തത്. ഇനി നമ്മുടെ ബാന്തൻ ബാങ്കിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ടാർഗറ്റ് അടിച്ചുകൊണ്ടോ എക്സാക്റ്റ് ആ ലെവലിൽ നിന്ന് മാർക്കറ്റ് തിരിച്ച് കയറുന്നുണ്ടോ. ഓക്കെ, നമ്മൾ വേറൊരു ടൂൾസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇവിടെ കുറേ ക്യാൻഡിൽസ് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി അവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ മാർക്കറ്റ് എപ്പോഴും ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആ ഒരു ലെവൽസ് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടാണ് അതിൻ്റെ മൂവ്മെൻറ്റ്. അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എക്സാക്റ്റ് ഈ ഒരു പോയിന്റ് തന്നെ ടാർഗറ്റ് എടുത്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ താല്പര്യം ഉണ്ടെങ്കിൽ ദിയ ഇൻഫോ സൊല്യൂഷനെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എന്നെ വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം. ഈ കോൺടാക്ട് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ
കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സലിൽ ഇതേപോലെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഞാൻ ലോജിക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് 2 ദിവസത്തെ ഭാവ് കോപ്പി എടുക്കാം. അതിനുശേഷം ഏത് സ്ട്രൈക്കുകളാണ് കയറി പോകുന്നത്, അതായത് സി കഴിഞ്ഞ ദിവസത്തെ സീനും കാട്ടി ഇന്ന് സി കയറി നിൽക്കുന്ന സ്റ്റോക്കുകൾ ഏതാണെന്ന് നോക്കാം, ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതുപോലെ പി കയറി നിൽക്കുന്ന സ്റ്റോക്കുകൾ ഏതാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആ സ്റ്റോക്സിൽ സെലക്ട് ചെയ്ത് അതിലും ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ സോഫ്റ്റ്വെയറിൽ നമ്മൾ LTP കൂടെ ആഡ് ചെയ്തതുകൊണ്ട് തൊട്ടടുത്ത് നിൽക്കുന്ന സ്ട്രൈക്കുകൾ നമുക്ക് കിട്ടും. അപ്പോൾ ഇതേപോലെ നമുക്ക് എക്സാക്റ്റ് ആ ഒരു പോയിന്റ് കിട്ടുന്നുള്ളതാണ് കേട്ടോ. ആ ട്രേഡ് ചെയ്യുന്ന ആ ഒരു പോയിന്റ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനലോട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.